ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു അഖിൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടി വന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് വിശ്വസിച്ച് ഞാൻ പറയാൻ പോവാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം, മാക്സിമം ഷെയർ ചെയ്യണം. നമ്മുടെ ഹെസമോൾ ഉണ്ടായ ശേഷം എനിക്ക് യൂസ് ചെയ്തിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. നമ്മുടെ ഒട്ടുമിക്ക അമ്മമാർക്കും ഒരു ഉള്ള ഡൗട്ടാണ്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 6 മാസം, കുഞ്ഞിനൊരു 6 മാസം വരെ നമുക്ക് ഒട്ടുമിക്ക അമ്മമാർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മിൽക്ക് ഉണ്ടാകും. ചിലപ്പോൾ നമ്മൾ ബ്രസ്റ്റ് പെയിൻ വന്ന് കഴിയുമ്പോൾ എക്സ്പ്രസ് ചെയ്ത് വെറുതെ കളഞ്ഞേക്കാം. പക്ഷെ ആ മിൽക്കൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് അത് യൂസ്ഫുൾ ആകും കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ആദ്യം ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു, പിന്നെ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പറ്റുമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടല്ലോ കൊടുക്കുന്നതാണ് ഒരു 6 മാസം വരെ. ഫോർമുല മിൽക്ക് കൊടുക്കുന്നതിന് പകരം ബ്രസ്റ്റ് മിൽക്ക് ഉള്ള അമ്മമാരാണെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. അതായത് ഇപ്പം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇത് നമ്മുടെ ബ്രസ്റ്റ് പമ്പാണ്. മാനുവലും കിട്ടും, ഇലക്ട്രിക്കലും കിട്ടും. ഇത് ഇലക്ട്രിക്കലാണ്. ആക്ച്വലി ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. ഇത് നമ്മുടെ മെഷീൻ നമ്മൾ ചാർജ് ചെയ്തതിന് ശേഷം ഇതുണ്ടോ, അതിൻ്റെ ഒപ്പം സെറ്റായിട്ട് കിട്ടുന്നത്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നതാണ് കേട്ടോ. ജസ്റ്റ് പിടിച്ചോ, ഇവിടെ പിടിച്ചോ. ഇത് ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഫുൾ ചാർജ് ആയതിനു ശേഷം ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് എത്ര ഇത് വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നന്നായിട്ട് ഇത് മിൽക്ക് എടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ബ്രസ്റ്റ് കഴുകിയതിന് ശേഷം കുറച്ച് മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കളക്ട് ചെയ്യുകയാണ് ബെറ്റർ. ഇത് ഇതെന്തോരം ഉണ്ടെന്നുള്ളത് ഇത് ML ഒക്കെ ഇതിനകത്തുണ്ട്. ഇതുണ്ടോ, എത്ര ML കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളത്, എത്ര എടുത്തു എത്ര കിട്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ മിൽക്ക് ഇതിനകത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ മിൽക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റിയ സ്പെഷ്യൽ കവറുണ്ട്. നല്ല സ്റ്റെറിലൈസേഷൻ ചെയ്ത പൗച്ച് ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ് കിട്ടും. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതും എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്ന കേട്ടോ എൻ്റെ ചേച്ചി. ഇതുണ്ട്, ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ML ആണെന്നുള്ളത്. ഒരു 6 മാസമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് മാക്സിമം അതുങ്ങളൊരു 100 ML ഒക്കെ മാക്സിമം. 100 ഒന്നും കുടിക്കത്തില്ല എത്രയാണെങ്കിൽ ഒറ്റയടിക്ക്. അപ്പോൾ നമ്മൾ എടുത്തു വെക്കുമ്പോൾ ഇങ്ങനത്തെ കവറിനകത്ത് ഒരു മാക്സിമം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒറ്റ സമയത്ത് എന്തോരം മിൽക്ക് കുടിക്കുമോ അതനുസരിച്ചുള്ള രീതിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം അത് പിന്നെ റീയൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനകത്തേക്ക് മിൽക്ക് എടുത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇത് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ സെപ്പറേറ്റ്. ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് ഇതിനകത്തേക്ക് മിൽക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ ഫ്രീസറിൽ വെക്കുമ്പോൾ നമ്മുടെ മീനൊക്കെ ഉള്ളതിൻ്റെ കൂടെ അടുപ്പിച്ച് വെക്കാതെ കുറച്ച് അകത്തി വെച്ചിട്ട് സെപ്പറേറ്റ് 2 കവറിലോ ഒക്കെ ഇട്ട് വെച്ചിട്ട് വെക്കുക. എന്നിട്ട് ഈ മിൽക്ക് നമുക്ക് എപ്പോഴാണ് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു 6 മാസം 1 ഇയർ വരെ പറ്റുമെന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെ ഞാൻ അത്ര അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് ഡ്യൂട്ടിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയമായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുഞ്ഞുവിനെ ഡേ കെയറിൽ വിടുന്ന സമയത്ത് ഞാൻ ഈ മിൽക്കായിരുന്നു കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പം ഡേ കെയർ പോകുന്നതിന് മുമ്പ് അവൾക്ക് എത്ര മിൽക്കാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് പാത്രത്തിനകത്ത് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തു വിടും. ചേച്ചി അത് ചൂടാക്കി കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതെങ്ങനെ ചൂടാക്കി കൊടുക്കുന്ന വിധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിൽക്ക് ഇതിനകത്ത് കളക്ട് ചെയ്ത് ഈ മിൽക്ക് നമ്മൾക്ക് എടുത്തു കഴിയുമ്പോൾ ഫ്രീസ് ചെയ്തിരിക്കും, നല്ല കട്ട പിടിച്ചിരിക്കും. അപ്പം നമ്മളത് ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് മെൽറ്റ് ആകും. അപ്പം ഒരു കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചൂടായി കഴിയുമ്പം നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മൾ ഈ പാല് ഡയറക്റ്റ് ഒരു പാത്രത്തിലിട്ട് ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെയൊന്നും കൊടുത്തേക്കരുത്. പക്ഷെ ഇത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എല്ലാ അമ്മമാർക്കും ഒരു യൂസ്ഫുൾ ആകുമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. നിങ്ങൾ ട്രൈ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതൊരു എനിക്ക് അനുഭവത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പം വളരെ യൂസ്ഫുൾ ആയ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യുക, മാക്സിമം അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, സീ യു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. Take me higher, feel the zoom.
cerca de mí, don't run away. Tempo beats, let's ignite, dance with me through the night.